മദ്യം ഇവിടെ അല്പം കുറഞ്ഞതുകൊണ്ട് സാധാരണക്കാരും ഈ കാശുള്ളവർ ഒന്നുപോലെ സന്തോഷമായിട്ട് ജീവിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ ഒന്നിനൊന്നിന് മുമ്പോട്ട് പോയി സാധാരണക്കാരെ എന്നേക്കും താഴ്ന്നുകൊണ്ടിരിക്കും. ഇന്ന് അവരുടെ സമുദായത്തിന് കല്യാണം കഴിക്കാൻ ഒരു യോഗ്യത ഈ പാവപ്പെട്ടവനുണ്ടാവില്ല. എന്നാൽ വിദേശത്തുള്ള ഗൾഫ് കൺട്രി പോലെ അങ്ങോട്ട് കാശ് കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ചാരായ വിപണി ഉള്ളപ്പോൾ. കാരണം സാമ്പത്തികം കുറഞ്ഞവൻ അവന് പെണ്ണില്ല എന്നൊരു സംഭവം അവന് ഇവിടെ വന്നിട്ടുണ്ട്. കാശുള്ളവരെ തേടി ആൾക്കാർ കൊടുക്കാൻ തുടങ്ങി. നമ്മളിവിടെ ഉണ്ടാക്കിയ സാധനം നമ്മുടെ ചെങ്കച്ചുള്ള അഡ്വാൻറ്റത്ത് ആ മേഖലയിൽ വരെ ഞാൻ കാറിൽ പോയിട്ടുണ്ട്. ഞാനും അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഒരാളാണ്, ആ തൊഴിൽ ചെയ്തു. കാരണം എൻ്റെ അമ്മ മലക്കറി കച്ചവടമായിരുന്നു. വളരെ നിർദ്ധനായിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് വകയില്ല വന്നപ്പോൾ എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാനും തലയിലെടുത്തു. അതിൽ നിന്ന് വന്ന ഒരു ജീവിതത്തിൽ ഞാൻ ഇന്ന് എനിക്ക് 31 വയസ്സ് കഴിഞ്ഞു. ഇന്ന് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് 2 മക്കളായി. അതുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് പോലും കഴിയാൻ സാധിക്കില്ല. കാരണം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും നല്ല രീതിക്ക് മദ്യപിക്കും. അന്ന് നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടെങ്കിൽ ചിലരെ എടുത്ത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കത്തില്ല. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികളും SLC പഠിക്കുമ്പോൾ ഒരു കുടിക്കുന്നവന്മാരുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ പറയും, ഞാൻ ഇന്നലെ കുടിച്ചു, നല്ല ചാരയാണ്, പട്ടച്ചാര, നിനക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഇരുന്ന് കുട്ടികൾ. പക്ഷെ ഇന്ന് എല്ലാം ഈ ചാരയെ നിർത്തലാക്കി. ഇപ്പോൾ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറയിൽ അന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതെന്നല്ല, ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ അവൻ ഗൾഫിലോട്ട് പോയി. ഇവിടുത്തെ പ്രത്യേകത ആരുമില്ല. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ 3 മുതലാളിമാരുണ്ട്. കരിക്കട്ട എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ആൻഡ്രൂസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പിന്നെ ഒരു തദീസ് ബേബിജോ. ഇവർ 3 പേരും ഇവിടെ നിന്ന് പാവപ്പെട്ട കുടുംബത്തിലെ ആൾക്കാരായിരുന്നു. അവിടെ പോയി സപ്ലൈ കമ്പനി തുടങ്ങി. ഈ കരിക്കട്ട എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രം, കരിക്കട്ട എന്നല്ല, ഡിക്രൂസ് എന്നാണ് പേര്. അയാളെ കറുത്തായ മനുഷ്യനായതുകൊണ്ട് കരിക്കട്ട എന്ന് വിളിക്കും. ഈ ഡിക്രൂസ് എന്ന് പറയുന്ന ഒരാൾ കമ്പനി തുടങ്ങി. അയാൾ പുറത്തൊന്നും ഒരു പയ്യന്മാരെയും കൊണ്ടുപോയിട്ടില്ല. അവിടെയും നല്ല നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു മൊത്തം 1800 പിള്ളേർ ഇവിടെ ഉള്ള പിള്ളേർ വച്ച് അയാൾ കമ്പനി നടത്തുക അബുദാബിയിൽ. എന്നിട്ട് ഷാർജയിൽ വേറൊരു ഡിക്രൂസ് ആൻഡ്രൂസ് എന്ന് പറയുന്ന പുള്ളി നടത്തുന്നുണ്ട്. 2400 പേരുള്ള ഉള്ളതിൽ 2000 പേരും ഒഴിയുകയാണ്. അപ്പോഴിങ്ങനെയൊക്കെ ആയപ്പോൾ ഈ ശമ്പളവും കാര്യമൊക്കെ ആയപ്പോൾ ഓരോ വീട്ടിലും 2 ഗൾഫുകാരെങ്കിലും മാക്സിമം ഉണ്ട് ഇന്ന് ആവറേജ്. പിന്നെ അങ്ങനെയായി വന്നപ്പോൾ അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ ഒരു തൊഴിലായി. കാരണം മീനും ഇതെടുത്തുകൊണ്ട് പോകണ്ട. തന്തമാരൊക്കെ സ്വന്തമായിട്ട് ബോട്ടിറക്കിയ പയ്യന്മാരുണ്ട്, എടുത്ത് ബിസിനസ് ചെയ്യുന്നവർ. അങ്ങനെയായി വന്നപ്പോൾ വിദ്യാഭ്യാസം ഇളയ കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിക്കാൻ ശ്രമിക്കും. ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഇന്ന് അനിയത്തിമാരും അനുജന്മാരും ഉണ്ടെങ്കിൽ അവൻ നല്ല വിദ്യാഭ്യാസം കിട്ടുകയാണ്. നമ്മുടെ ഈ മേഖലയിൽ നിന്ന് നമ്പർ 1 വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവരിലേ ഉണ്ട്.
നമ്മുടെ നാട്ടിൽ നിന്ന് പ്രോത്സാഹനമായിട്ട് ഇങ്ങനെ വരണമെന്നുള്ള ഒരു ആവേശം, ഇത് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കുള്ള ഒരു ആവേശമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരണമെന്നിരുന്നാൽ ഇപ്പോൾ കാരണം ഇവിടെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന്, അപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വരുന്ന തലമുറ എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പ്യൂട്ടർവൽക്കൃത കാലങ്ങളാണ്. അപ്പം മറ്റുള്ള മേഖലകളിൽ വളർന്നു വരുന്നത് പോലെ ഇത് നമ്മുടെ കുട്ടികളും നല്ലൊരു രീതിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യക്തികളായിട്ട് ഇങ്ങനെ ചെയ്തു വരികയാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ മുൻകൈ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നതാണ് ഈ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കലും പിടിക്കലും ഇങ്ങനെ ഗ്രൗണ്ടുകളും. ഇവിടെയൊക്കെ എന്ന് വെച്ചിരുന്നാൽ ആദ്യം, അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചിരുന്നാൽ ഇവിടെ ഒരു കുളമായിരുന്നു. ഈ ഇരിക്കുന്ന വീടുകളും മൊത്തം ഈ കുളമായിരുന്നു. കാരണം കാടും വൃക്ഷങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴൊക്കെ മറ്റേത് മണ്ണുകൊണ്ട് നിറക്കി ഇപ്പോൾ ഇത് ചെടികളിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ വീടുകളൊക്കെ ഇപ്പോഴാണ് വന്നത്. ഇപ്പോൾ ഇതാ കാണുന്നില്ലേ, ഇതിനേക്കാളും വലിയ ഇതായിരുന്നു, ഭയങ്കര താഴ്ചയുള്ളതായിരുന്നു. നമ്മൾ കടപ്പുറം മണ്ണിട്ട് നിർത്തി ഇപ്പോൾ ചെമ്മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഈ ഗ്രൗണ്ടുകളൊക്കെ വന്നത്. അപ്പോൾ ഇതിനെ ഒരു സ്റ്റേഡിയാക്കിയൊക്കെ എടുക്കണം എന്നുള്ളൊരു വേണ്ടിയിട്ടൊക്കെ പൈമാറി ചെയ്യുകയാണ്. കാരണം കുട്ടികൾക്കൊരു കളിക്കാനുള്ള ഒരു സൗകര്യം. ഒരു 10-20 വർഷത്തിന് മുമ്പ്, ഇപ്പോൾ 2011 ഒരു 10-20 വർഷത്തിന് മുമ്പ് ഇവിടെ നല്ല, അതായത് നമ്മളെ പൊഴിയൂർ എന്ന് പറയുന്നത്, പൊഴിയൂർ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ് കേൾക്കുന്നതെന്ന് വെച്ചിരുന്നാൽ ഭയങ്കര, അതായത് കേരള ഗവൺമെൻറ്, കേരള എക്സൈസ് എന്ന് വെച്ചിരുന്നാൽ പൊഴിയൂർ കൊല്ലങ്കോട് എന്ന് പറഞ്ഞിരുന്നാൽ തന്നെ വാറ്റ് കേന്ദ്രമാണ്. അതായത് ഇന്ത്യയിലെ നാനാ ഭാഗങ്ങളിലോട്ടും
കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഈ രൂപത മെത്രാൻ, അതായത് നമ്മുടെ സൂസഭാഗ്യം മെത്രാൻ, അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു വെച്ചിരുന്നാൽ ഇങ്ങനെ നമ്മളിങ്ങനെ നാട് നശിച്ചുകൊണ്ട് പോയാണ് മദ്യപാനത്തിലൂടെ. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇടവകയിൽ പള്ളിയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഈ ഇടവക യുവാക്കൾ ഇറങ്ങിയിട്ട്, കാരണം എക്സൈസിനെ കൊണ്ടൊന്നും കഴിയില്ല ഇവിടെ, ഈ പൊഴിയൊരു മേഖല വെച്ചിരുന്നാൽ പോലീസിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇടവക്കാർ, ഈ ജനങ്ങൾ വിചാരിച്ചിട്ട് പറഞ്ഞ് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിച്ച് മാറ്റി. ഇതിൻ്റെ ഒടുവിൽ ഒരുപാട് ദുരിതങ്ങൾ. കാരണം അന്നെന്ന് വെച്ചിരുന്നാൽ ഇപ്പോൾ 4-5 പെൺകുട്ടികളുള്ളവർ എന്തിനേയും ഈ വാറ്റിയിട്ട് അവർക്ക് 100-150 രൂപ കിട്ടുമ്പോൾ അവരുടെ ഇപ്പോൾ 4 കുട്ടികളാണെങ്കിൽ 100-500 രൂപ അവരുടെ വീട്ടിലായി ഒരു കൂലിപ്പണിക്ക് പോയാലും. പക്ഷേ ഇന്ന് അതേ പൊസിഷനിൽ ഈ കുട്ടികൾ പുറം സ്ഥലത്ത് ഹോം നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വേലയ്ക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നു. കാരണം അതിനെ നിർത്തിയതുകൊണ്ട്. പക്ഷെ അത് നിൽക്കാതെ ഇരുന്നെങ്കിൽ ആ കുട്ടികൾ ഇവിടെ തന്നെ കിടന്ന് ജീവിക്കാറുണ്ട്. പക്ഷേ ഇന്ന് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് ഇന്നും കഷ്ടപ്പെടുന്നു. അത് ഒഴിവായത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ശാന്തി സമാധാനം.